നമ്മളെന്നും ഒരു 6 മണി സമയത്ത് വീടിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നും ഒരാൾ വരുവേ. ഈ ആൾ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വിളക്കുത്തിരി കഴിക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. ആളുടെ ഭക്ഷണമാണ്, മെയിൻ ഭക്ഷണമാണ് വിളക്കുത്തിരി. നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ക്യാറ്റ്സ് ക്ലോ പൂത്ത് നിൽക്കുന്ന നിൽപ്പാണേ. നല്ല അടിപൊളിയാട്ടോ കാണാൻ. അപ്പോൾ ഇന്ന് രാത്രിയിൽ നിറയെ ജോലിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാളെ വെളുപ്പിനെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെമൺ റൈസാണ് ആക്കുന്നത്. അങ്ങനെ ആക്കി കഴിഞ്ഞാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൽ നിന്ന് ഫുഡ് മിക്കപ്പോഴും നമുക്ക് സെറ്റ് ആവത്തേ ഇല്ല. ചിലപ്പോൾ നല്ല ഫുഡൊക്കെ കിട്ടും, എന്നാലും ഇത് ഏകദേശം 37 മണിക്കൂർ കൂടുതലുണ്ട്. ഇതിനെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപകാരമായിരിക്കും. ലെമൺ റൈസ് ആകുമ്പം ചീത്തയായി പോത്തുമില്ല, അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലെമൺ റൈസിൻ്റെ തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ഈ ലെമൺ റൈസ് ഉണ്ടാക്കാൻ നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. ആകെ കടുക് പൊട്ടിച്ച് നമ്മൾ ചോറ് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. കടുക് പൊട്ടിച്ച് ഇത്തിരി ഉഴുന്നിട്ടിട്ട് പിന്നെ കറിവേപ്പിലയും ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നല്ലോണം അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി ഉണ്ടെങ്കിൽ നല്ല കേട്ടോ. കപ്പലണ്ടിയും കൂടി ഇട്ട് നല്ലോണം അതൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷം തീ അങ്ങ് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചോറ് കുറേശ്ശെയായിട്ട് പയ്യെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മൊത്തത്തിൽ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് ശരിയാവത്തില്ല, ചോറ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് നമ്മളങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നാരങ്ങ ഞാനിതിനൊരു 5 നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങയുടെ നീര് നമ്മൾ കുരുവെല്ലാം കളഞ്ഞ ശേഷം അതിനകത്തോട്ട് ചോറിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേന് ലെമൺ റൈസ് സെറ്റ് ആവുമേ. ഈ ലെമൺ റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ചട്നിയും ലെമൺ റൈസും അടിപൊളി കേട്ടോ. പക്ഷേ ഞാൻ ഇന്ന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നില്ല, പക്ഷേ സമയം കുറേയായി, ഒരുപാട് ഇരുട്ടി വെളുപ്പിനെ പോകേണ്ടതുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല. കാരണം അല്ലാതെ ഇതിന് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാംഗോ പിക്കിളും പിന്നെ നാരങ്ങാച്ചാറും ഒക്കെ ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടിയും ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ മറ്റേ ടൊമാറ്റോ ചട്നിക്ക് മെനക്കെട്ടില്ല. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഈ കപ്പലണ്ടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറി ഇല്ലെങ്കിൽ കൂടിയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മുടെ മാങ്ങാച്ചാറ് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ എന്നിട്ട് ഇത് കുറേ നേരം തണുക്കാനായിട്ട് മാറ്റി വെക്കണം. നമ്മൾ ചൂടോടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചീത്തയായി പോകുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഡ്രസ്സ് പാക്കിംഗ് ഒക്കെ ആയിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വെളുപ്പിനെ ആയിരുന്നു ട്രെയിൻ. അപ്പോൾ വെളുപ്പിനെ വന്നു, സ്റ്റേഷനിലിരുന്ന് ഇരിപ്പാണ്. അപ്പം കുറേ നേരം ഒന്നും ഇരിക്കേണ്ടി വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ട്രെയിൻ വന്നേ. പിന്നെ അങ്ങനെ നേരം വെളുത്ത ശേഷം ചായ വന്നു. നമ്മൾ ചായയൊക്കെ കുടിച്ചു. ചായ നല്ല ചായ കിട്ടും കേട്ടോ, പക്ഷേ വേറെ ഫുഡൊന്നും അത്ര നല്ലതേ അല്ല. അപ്പോഴത്തേനും നമ്മൾ എനിക്ക് തോന്നുന്നത് തമിഴ്നാടായെന്ന് തോന്നുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ അടുത്ത സീറ്റിൽ ആരായിരിക്കും ഉള്ളത്, നല്ല ആൾക്കാരായിരിക്കുമോ, മലയാളീസൊക്കെ കാണുമെന്നാണ് നോക്കിയത്. അങ്ങനെ കുറേ കഴിഞ്ഞിട്ടും എൻ്റെ അടുത്ത് വൈകുന്നേരം വരെ ആൾ കയറിയിട്ടില്ലായിരുന്നു. പക്ഷേ ട്രെയിൻ ഫുള്ള് റിസർവ്ഡ് ആയിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴാട്ടോ. പക്ഷേ നല്ല കുറച്ച് പിള്ളേരാട്ടോ കയറിയത്. അവരെന്തോ പഠിക്കാൻ പോകുന്ന പിള്ളേരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല പിള്ളേരായിരുന്നു അവരൊക്കെ. അവരും ഞാൻ പോകുന്ന അതേ സ്ഥലത്തോട്ട് ഛത്തീസ്ഗഡിലോട്ട് അത്രയും നേരം ഉണ്ടായിരുന്നു. അത്രയും ദൂരമുള്ള പിള്ളേരായിരുന്നു. അപ്പോൾ അവർ തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയിട്ട് എന്തോ പോകുന്ന പിള്ളേരായിരുന്നു. പിന്നെ ആണെങ്കിൽ കുറേ നേരം ട്രെയിനൊക്കെ ഈ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിട്ടിരുന്നതേ. അത് കഴിഞ്ഞിട്ട് പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ എത്തി കേട്ടോ. പിടിച്ചിട്ടിരുന്നെങ്കിലും ചിലപ്പോൾ നല്ലോണം ലേറ്റ് ആവാറാണ് പതിവ്. പക്ഷേ ഇത് കറക്റ്റ് സമയമായിരുന്നു അങ്ങോട്ട് പോയപ്പോഴേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം എത്ര സ്റ്റേറ്റാണ്, നമ്മൾ കേരളം പോവും, തമിഴ്നാട് പോവും, പിന്നെ ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര, ഏകദേശം 5 സ്റ്റേറ്റ് കഴിഞ്ഞിട്ടാണ് ഛത്തീസ്ഗഡ്. അത്രയും നേരം നമ്മളിങ്ങനെ ഇരിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല തമിഴ്നാട്ടിലെ നല്ല സ്ഥലങ്ങളൊക്കെ വന്നു കേട്ടോ. കാണാൻ നല്ല രസം. എപ്പോഴും നമുക്ക് ഈ ജനറൽ സൈഡ് കിട്ടിയതുകൊണ്ട് ഇരിക്കാൻ പറ്റിയതുകൊണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു ഈ ജനറൽ സൈഡ് കിട്ടിയതുകൊണ്ട്. ഈ സ്ഥലമൊക്കെ എത്തിയപ്പോൾ എനിക്ക് നമ്മുടെ പാലക്കാട് ഏരിയ പോലെ തോന്നിയത്. പക്ഷേ ഇത് ആന്ധ്ര കേട്ടോ. ആന്ധ്രയിലെത്തിയപ്പോഴാണ് ഇത് കറക്റ്റ് പാലക്കാട് ഏരിയയുടെ കൂട്ടൊക്കെ എനിക്ക് തോന്നി ഈ സ്ഥലം എത്തിയപ്പോൾ. ഇതെന്ന് പറയുന്നത് നമ്മുടെ നാഗ്പൂരെത്തി, മഹാരാഷ്ട്ര നാഗ്പൂരെത്തിയപ്പോഴാണ്. അങ്ങനെ ഇതാണ് കുറേ നേരം പിടിച്ചിരുന്ന ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. വലിയ സ്റ്റേഷനല്ലേ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എത്തും കേട്ടോ. അങ്ങനെ പിന്നെ രാത്രി ആയപ്പോഴാണ് നമ്മുടെ സ്റ്റേഷൻ എത്തിയത്, ദുർഗ സ്റ്റേഷൻ എത്തിയത്. അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോവാണ്. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും പറഞ്ഞതിൻ്റെ വിട്ട് കഴിവൊക്കെ കഴിഞ്ഞു. കഴുകി മേടലെല്ലാം കഴുകി, അടുക്കളയൊക്കെ കഴുകി, ഭയങ്കര പിറ്റേന്ന് കേട്ടോ കഴുകിയത്, അതൊന്നും ചെയ്തൊന്നുമില്ല. അങ്ങനെ അവിടെ എല്ലാം കഴുകി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോളുമെല്ലാം ഇനി നല്ല പണിയാണ്. എല്ലാം ഇനി എല്ലാം ഒന്നേന്ന് പറഞ്ഞിട്ടെല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കണം.